ഇവിടെ KVS 2014 റിസൾട്ടിന്റെ ഒരു പ്രത്യേകത 2014 ആകുമ്പോഴേക്ക് രണ്ടാം UPS സർക്കാർ അങ്ങേയറ്റം അൺപോപ്പുലറായി മാറിയിരുന്നു. അവിടെ കറപ്ഷൻ എന്ന വിഷയമാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. ഈ തവണ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടായി വരുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ഭാഗത്ത്, രണ്ടാമത്തത് ഈ അഴിമതിക്കാരായ ആളുകളെല്ലാം BJPയിലേക്ക് എടുത്ത് അവരുടെ കേസ് ഒഴിവാക്കി കൊടുക്കുന്ന പദ്ധതി, വാഷിംഗ് മെഷീൻ പദ്ധതി. അപ്പൊ ഈ BJP സപ്പോർട്ടർമാരായിട്ടുള്ള ആളുകൾക്ക് പോലും ടെയിൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അത് സ്വീകാര്യമല്ല എന്ന നിലപാടിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ അർബൻ മിഡിൽ ക്ലാസിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ അഴിമതിക്കാരെയൊക്കെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്, അങ്ങനെ അഴിമതി വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ ഉള്ളൊരു പ്രതീതി വരുന്നത് ആത്യന്തികമായി 2014 സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? അഭിലാഷേ, ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ആ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ കുന്തമ്മന എന്തായിരുന്നു? അതിൽ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഇലക്ട്രൽ ബോണ്ട് മാത്രം. ബാക്കി എല്ലാ ആരോപണങ്ങളും ഈ കൂട്ടർ ഉന്നയിച്ചിരുന്നതാണ്. ആ 3 സംസ്ഥാനങ്ങളും ഏത് വിധത്തിലാണ് ജനവിധി നൽകിയത്? നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഞാനിത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി അത്ര ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് 3 സംസ്ഥാനങ്ങളിലും. ഇന്ന് അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കാൻ പോയ, തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവിടെ കോൺഗ്രസ് ചെന്ന് എത്തിപ്പെട്ടില്ലേ? ഇതിപ്പോൾ ഇവർക്ക് ക്യാമ്പയിൻ നടത്താം. BJP മനോഭാവമുള്ള മാധ്യമങ്ങളും, അതിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന്റെ ഭരണം, അങ്ങനെ പല വിഷയങ്ങളിലുണ്ട്. പക്ഷെ ഇതൊരു നാഷണൽ ഇലക്ഷനാണ്. നിങ്ങൾ അഴിമതി വിരുദ്ധതയൊക്കെ പറയുകയും ഞങ്ങൾ വ്യത്യസ്തരായ പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത ഒരു അവസ്ഥയൊക്കെ മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ്. സിൻസ് 2014 25 opposition leaders facing corruption probe crossed over to BJP, 23 of them got reprieve. 25 ഒപ്പോസിഷൻ ലീഡേഴ്സ്, പ്രധാനപ്പെട്ടവർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയും ആ 25-ൽ 23 പേരുടെയും കേസ് സ്വാഹയായി പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ്. അശോക് ചവാൻ, അജിത് പവാർ, പ്രഫുൽ പട്ടേൽ തുടങ്ങി അങ്ങനെ വലിയ വലിയ ആളുകൾ. അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഇന്ത്യയിലെ ജനങ്ങൾ? അല്ലെന്ന് ജനങ്ങൾ വിധി എഴുതട്ടെ. നിങ്ങൾക്ക് അത്ര വലിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കട്ടെ. അവർക്ക് ഉന്നയിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന പോലെ അവർ ഉന്നയിക്കട്ടെ. ഈ വിഷയങ്ങളൊക്കെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ട്. അതിനേക്കാൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ കടക്കുന്നവരാണ് ഈ കടന്ന് നിലവിളിക്കുന്നത് എന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇവിടെ വലിയ വലിയ പ്രതിപക്ഷത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ സ്ഥിതി. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് മുഴുവൻ പുറത്തു വരട്ടെ എന്ന് മുഴുവൻ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഏതെങ്കിലും ഒരു ED കേസുള്ളവൻ്റെ നേരെ EDയുടെ റെയ്ഡോ ഇൻകം ടാക്സിൻ്റെ നടപടിക്കോ ശേഷം ഒരു ടെയിൻറ്റഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നയാ പൈസ വാങ്ങിയിട്ടില്ല. ഒരു ടെയിൻറ്റഡ് പേഴ്സന്റെ മുമ്പിൽ നിന്നും. ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തപ്പോഴാണ് 2471 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത്. തെറ്റ് പറയല്ലേ? അതെ അരുണേ, അതിന്റെ മുഴുവൻ വിവരങ്ങൾ ഇലക്ഷൻ അല്ല പറയരുത്. വാർത്തകള് മുഴുവൻ അഭ്യൂഹങ്ങൾ വിളിച്ചെത്തില്ല. ഡാറ്റ മുഴുവൻ പുറത്തു വരട്ടെ അരുണേ. അഭ്യൂഹങ്ങളല്ല, സത്യസന്ധമായ കണക്ക്. ഡാറ്റ മുഴുവൻ പുറത്തു വരട്ടെ അരുണേ. 41 കമ്പനികളാണ് റെയ്ഡ് നടത്തിയത്. പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അന്വേഷണം നേരിടുന്ന 41 കമ്പനികൾ BJPക്ക് നൽകിയത് 2471 കോടി രൂപ. CBI, ED, IT പരിശോധനകൾക്ക് ശേഷമാണ് ഇതിൽ 1698 കോടി ബോണ്ടായി നൽകിയത് എന്ന് ഹർജിക്കാർ സുപ്രീം കോടതി അറിയിച്ചു. 30 ഷെൽ കമ്പനികൾ നൽകിയത് 143 കോടി രൂപ. 172 വൻകിട കരാർ ലഭിച്ച 33 കമ്പനികൾ ബോണ്ട് വഴി BJPക്ക് പണം നൽകി.
അഭിലാഷ് അല്ലല്ല അഭിലാഷ് എന്നെ സംസാരിക്കാൻ എന്നെ സംസാരിക്കാൻ ശ്രീ കെ വി എസ് ഹരിദാസ്, ഒരു second. ഒരു ചോദ്യം. എന്നെ ശ്രീ കെ വി എസ് ഹരിദാസ് പറഞ്ഞോട്ടെ. അല്ലല്ല അഭിലാഷ് എന്നെ സംസാരിക്കാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. എനിക്ക് വിശദീകരണമുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ അവകാശം തരൂ. നിങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞോളൂ. അല്ലല്ല അഭിലാഷേ, ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ അല്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ വരട്ടെ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ല ആയിക്കോട്ടെ എന്ന് അത് ഏതെങ്കിലും പോലീസുകാരന് കൊടുക്കാവുന്ന അഫിഡാവിറ്റാണ്. ഏതെങ്കിലും പോലീസുകാരന് കൊടുക്കാവുന്ന അഫിഡാവിറ്റാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ വരട്ടെ പുറത്ത്. വരുമ്പോ ഞങ്ങൾ പ്രൂവ് ചെയ്യാം. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങള് ഈ ഇഡിയുടെ റൈഡിന് ശേഷം ഇൻകം ടാക്സിന്റെ റൈഡിന് ശേഷം നടപടിക്ക് ശേഷം ഒരാളിൽ നിന്നും ഒരു നയ പൈസ വാങ്ങിയിട്ടില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ശരി, ഓക്കെ. അല്ല ഇനിയിപ്പോ നമ്മള് എന്തായാലും അദ്ദേഹത്തിന്റെ വാദം എങ്ങനെയാണല്ലോ, എന്തായാലും ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഡൽഹി മദ്യക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ജയിലിൽ മൊഴിയില്ല മുഖ്യമന്ത്രിക്കെതിരെ. രണ്ടാമത്തെ ചോദ്യം ജയിലിൽ ബോണ്ട് ബിജെപിക്ക് കിട്ടിയപ്പോഴാണ് മാപ്പ് സാക്ഷിയായി മാറിയത്. ഓർമ്മയുണ്ടോ? അല്ല, ഓക്കെ. 34 കോടി രൂപയാണ് വീണ്ടും ബിജെപിക്ക് കിട്ടിയത്. ശരിയാണ്, ഓക്കെ.